പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും പതിവായി ഞങ്ങൾ നടത്തിവരുന്ന വീഡിയോ ശൃംഖലകളുടെ ഭാഗമായി ഈ രാത്രിയിലും ഞങ്ങൾ ഒരു പ്രത്യേക വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്കായി സമയങ്ങൾ വേർതിരിക്കുകയാണ്. വിഷയത്തെ സംബന്ധിച്ച് വളരെ ആധികാരികമായ ഒരു ഇൻട്രൊഡക്ഷൻ നടത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ചോദ്യങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. എന്നോടൊപ്പം ഇന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനുള്ളത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോയ് കെ ജോസഫ് കൊച്ചിയിൽ നിന്നുണ്ട്. ഒപ്പം കൊച്ചി കാക്കനാടിൽ നിന്നും ഞങ്ങളുടെ സഹോദരൻ വിൽസൺ ബെഞ്ചമിൻ ഉണ്ട്. ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ എടുത്തിരിക്കുന്ന വിഷയം അതിനെക്കുറിച്ച് ഒരു ഒന്ന് രണ്ട് വാക്യങ്ങളിൽ പറയുകയാണെങ്കിൽ ക്രൈസ്തവ സഭ എന്ന് വെച്ചാൽ ഒരുപക്ഷെ ഭൂരിഭാഗം ക്രൈസ്തവർക്ക് തന്നെ ഏതാണ് ക്രൈസ്തവ സഭ, എന്താണ് ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ്, ബൈബിൾ ഇന്ന് കാണുന്ന ക്രൈസ്തവ സഭകളെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വിവക്ഷിക്കുകയാണെങ്കിൽ, അതിനെ ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് സഭയായിരിക്കും ആദ്യത്തെ സഭയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അടുത്തു നിൽക്കുന്ന സഭ എന്നൊക്കെ അധികം ആളുകൾക്കും അറിയില്ല. ഓരോരുത്തരും പരമ്പരാഗതമായി ജനിച്ച് ജീവിച്ചു വളരുന്ന സഭ തന്നെയാണ് ഏറ്റവും മെച്ചമായ സഭയെന്നും അതാണ് ദൈവത്തിന്റെ സഭയെന്നും വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. ഞങ്ങളുടെ കേൾവിക്കാരും ഏതാണ്ട് ആ നിലവാരത്തിലുള്ളത് ആയതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നൊരു വിഷയം കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഭ എന്ന പേരിൽ നമുക്ക് പല സഭകൾ, ചർച്ച് ഓഫ് ഗോഡ് എന്നും ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് എന്നും അങ്ങനെ ഒരുപാട് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട നാമധേയങ്ങൾ ഉള്ളതും പിന്നെ കത്തോലിക്ക സഭ മുതൽ പട്ടത സഭകളായി ധാരാളം സഭകൾ നമ്മൾക്കുണ്ട്. എന്നാൽ നമ്മൾ ഈ സഭകളെയൊക്കെ നമ്മൾ ഏതാണ് ദൈവസഭ എന്നറിയാൻ നമുക്ക് നമ്മുടെ പക്കൽ ഒരു മാനദണ്ഡമേ ഉള്ളൂ, അത് വിശുദ്ധ വേദപുസ്തകമാണ്. ആദ്യത്തെ സഭയുടെ അടിസ്ഥാനം വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ ഉള്ളത് ആയതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് സഭയെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ ചോദിക്കാനാണ് ഇന്ന് ഞാൻ താല്പര്യപ്പെടുന്നത്. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനായി വിലയേറിയ കർത്താവിന്റെ ദാസന്മാരെ ഞാൻ ഈ അടുത്ത് വരുന്ന സെഷനിലേക്ക് ക്ഷണിക്കുകയാണ്. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ ചോദ്യങ്ങൾ കേട്ട് അതിന് ഉത്തരം അരുളണം എന്ന് ഞാൻ ഉത്തരം ശ്രവിച്ച് നിങ്ങൾ ബൈബിൾ അന്വേഷിച്ച് അതങ്ങനെ തന്നെയോ എന്ന് കണ്ടെത്തണം എന്നും കൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ആദ്യത്തെ ചോദ്യം പതിവ് പോലെ പാസ്റ്റർ ജോയ് ജോസഫിനോടാണ്. പാസ്റ്റർ, ധാരാളം സഭകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ ഇപ്പോഴാണെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ മധ്യപ്രദേശിലൊക്കെ ഒരു ക്രൈസ്തവ സമൂഹത്തിന്റെ നൺസ് ജയിലിലടയ്ക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ബൈബിൾ പരമായ സഭകളും അതുപോലെ തന്നെ പട്ടത്ത സഭകളും എല്ലാം ഈ കാര്യത്തിൽ ഐക്യപ്പെട്ടുകൊണ്ട് അനീതി നടന്നു എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ കേട്ടു. അപ്പൊ ഇതിന്റെ പിന്നിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ എല്ലാം കുറച്ച് വിവിധ സ്വരങ്ങളുണ്ട്. സുവിശേഷം കേവലം കാരുണ്യ പ്രവൃത്തി മാത്രം ചെയ്യുന്നവരും സുവിശേഷം അറിയിച്ച് ആളുകളെ രക്ഷയിലേക്ക് നടത്തുന്നവരും എന്നിങ്ങനെയുള്ള ഉൾപിരിവുകളൊക്കെ ഉണ്ടെങ്കിലും ഈ വിഷയത്തിൽ എല്ലാവരും ഐക്യപ്പെട്ടതായി കാണുന്നുണ്ട്. എന്നാൽ എല്ലാവരും ഏതെങ്കിലും വിഷയത്തിൽ ഐക്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അത് ഏതാണ് ദൈവസഭ എന്നറിയാൻ നമ്മുടെ മുമ്പിൽ മറ്റ് കാര്യങ്ങളൊന്നും, ലോകപരമായ കാര്യങ്ങളില്ല. ഇപ്പോ ബൈബിളിൽ നമ്മൾ കാണുമ്പോൾ സഭ ആരംഭിക്കപ്പെട്ടതായി നാം മനസ്സിലാക്കുന്നത് 1-ാം നൂറ്റാണ്ടിൽ ജെറുസലേമിൽ വെച്ചാണ് സഭ ആരംഭിക്കപ്പെട്ടത്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന പല സഭയുടെയും ആരംഭം കുറിക്കപ്പെട്ടിട്ടുള്ളത് വിവിധ നൂറ്റാണ്ടുകളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുമാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ യഥാർത്ഥ സത്യസഭ എങ്ങനെയുള്ള സഭയായിരിക്കണം, അല്ലെങ്കിൽ ആ സഭയുടെ ഒരു സഭ സത്യസഭയാണ് എന്ന് തിരിച്ചറിയാനുള്ള അടയാളം എന്താണ് എന്നുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ച് ചുരുക്കമായി വിശദീകരിക്കണം. കാരണം അടുത്ത തുടർമാനമായി വരുന്ന വീഡിയോകളിൽ നമ്മൾ ഓരോരോ
വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിശദീകരിച്ച ചോദ്യങ്ങൾ ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിങ്ങനെ പറയാനുള്ളൊരു കാര്യം, പല സഭകളും മറ്റ് ഇതര സഭകളെ ദുരുപദേശ സഭകൾ എന്ന് സ്ഥാപിക്കുന്നുണ്ട്. ഇപ്പൊ ഏതാണ് സതുപദേശ സഭ, ഏതാണ് ദുരുപദേശ സഭ എന്ന് ജനങ്ങൾക്ക് അറിയില്ലാത്തത് കൊണ്ട് നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സഭ എന്താണ്, സഭയുടെ സത്യ ഉപദേശം എന്താണ്, ഏത് സഭയാണ് സത്യസഭ എന്ന് അറിയാനുള്ള മാർഗം എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ തുടർമാനമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് ഭാസ്കർക്ക് ചോദ്യം വ്യക്തമായിട്ടുണ്ടെങ്കിൽ ചോദ്യത്തിന് മറുപടി പറയാം. കർത്താവിന് സ്തോത്രം. നല്ല ഒരു ചോദ്യമാണ് ഇന്ന് ഞങ്ങളുടെ സ്നേഹിതരുടെ മുൻപിൽ കർത്താവിന്റെ ദാസൻ ചോദിച്ചത്. ഏതാണ് ബൈബിൾ പ്രകാരം ഉള്ള സത്യസഭ? അനവധി സഭകളുണ്ട്, പല പേരിനാൽ അറിയപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് കർത്താവിന്റെ ദാസൻ വിശദീകരിച്ചുവല്ലോ. ഓരോ പേരിനാൽ അറിയപ്പെടുന്നുണ്ട്. അതൊക്കെ സഭയാണോ എന്ന് നമ്മൾ ബൈബിളിന്റെ വെളിച്ചത്തിൽ പരിശോധിക്കണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സത്യസഭ ഏതാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന, നമുക്ക് അതിന് ഉള്ള ഒരു മാധ്യമം ബൈബിൾ മാത്രമേ ഉള്ളൂ. കർത്താവായ യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല എന്നാണ്. യേശു ജീവിച്ചിരുന്നപ്പോൾ പറയുകയാണ് സഭയെ പണിയും എന്നാ പറഞ്ഞു. സഭയെ പണിതിട്ടുണ്ടെന്നല്ല. സഭയെ പണിയുമെന്ന് പറഞ്ഞാൽ ഭാവിയിലാണ്. ആ കർത്താവായ യേശു ക്രിസ്തു തന്നെ അന്ത്യകൽപ്പന കൊടുക്കുമ്പോൾ, അന്ത്യകൽപ്പന ഒന്നല്ല, പലവിധ കൽപ്പന കൊടുക്കുന്നുണ്ട്. അതിലൊരു കൽപ്പന ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 47-ാം വാക്യം വായിക്കുമ്പോൾ അത് അന്ത്യകൽപ്പനയാണ്. കർത്താവായ യേശു പറഞ്ഞ അന്ത്യകൽപ്പനയിൽ ഒന്നാണ്. അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കപ്പെടുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും ഈ സഭ തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ അതിനുള്ള പദ്ധതി ആദ്യമായിട്ട് ആരംഭിക്കേണ്ടത് യെരുശലേമിലാണെന്ന് നമുക്കറിയാം. ഇസ്രായേലിലാണല്ലോ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പരമയാഗമായി തീർന്ന യേശു ക്രിസ്തു. അപ്പൊ യെരുശലേമിൽ തുടങ്ങണം എന്നുള്ള ദൈവത്തിന്റെ വ്യവസ്ഥ. ആ വ്യവസ്ഥ പ്രകാരം പാപമോചനം, മാനസാന്തരവും പാപമോചനവും, അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സഭ എന്നാൽ മാനസാന്തരപ്പെട്ടതായിരിക്കണം, പാപമോചനം ദൈവവചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം പ്രാപിച്ചതായിരിക്കണം. അപ്പൊ ഈ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങണം എന്ന് കർത്താവായ യേശു പറഞ്ഞ ആ കൽപ്പന അനുസരിച്ചാണ് പെന്തക്കോസ്ത് നാളിൽ യെരുശലേമിൽ ആ സഭ ആരംഭിച്ചത്. യെരുശലേമിൽ ആ സഭയെ ആരംഭിച്ചതിന്റെ, ആ സഭയെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ചരിത്രം നൽകുന്ന ഒരു രേഖ അപ്പോസ്തല പ്രവൃത്തിയിൽ മാത്രമാണ്. അപ്പോസ്തല പ്രവൃത്തി 2:38 വായിക്കുമ്പോൾ അവിടെ പത്രോസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട്, കാരണം പത്രോസിന്റെ കയ്യിലാണ് താക്കോലുകൾ കൊടുത്തത്, ആ പത്രോസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. എന്നിട്ട് അതിന് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് തന്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പൊ സഭ അവിടെ ആരംഭിച്ചു, യെരുശലേമിൽ തുടങ്ങണമെന്ന് പറഞ്ഞു. സഭ തുടങ്ങിയത് യെരുശലേമിലാണ്. ആ തുടങ്ങിയ അന്ന് ആദ്യം പ്രസംഗിച്ചത് മാനസാന്തരവും പാപമോചനവുമാണ്. അവിടെ മാനസാന്തരപ്പെട്ടും പാപമോചനം പ്രാപിച്ചും ഏതാണ്ട് 3000 പേര് ആദിമ സഭയുടെ അംഗങ്ങളായി എന്ന് നമുക്കവിടെ വിശദമായിട്ട് കാണുവാൻ കഴിയുന്നു. അപ്പൊ അപ്പോസ്തല പ്രവൃത്തി 2:38 സഭയുടെ അടിസ്ഥാനം. അത് അപ്പോസ്തലന്മാരിലൂടെയാണ് ആരംഭിച്ചത്. അതുകൊണ്ടാണ് ദൈവസഭ എന്ന് പറയുന്നത്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിയണമെന്ന് എഫെസ്യർ 2:20 പറയും പ്രകാരം അത് ആരംഭിച്ചത്. അപ്പോൾ ഇതാണ് യഥാർത്ഥ സത്യസഭ ആരംഭിക്കുവാൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. ആ പറഞ്ഞ പ്രകാരം തന്നെ അവർ ആരംഭിച്ചു. അതിന്റെ പിന്തുടർച്ച ഇന്നും ഈ ലോകത്തിലുണ്ട്. ഈ വാക്ക് കർത്താവിന്റെ ദാസന്റെ ചോദ്യത്തിന് ഉത്തരമായി എന്ന് വിശ്വസിക്കുന്നു. ശരിയായ ഉത്തരമാണ് പാസ്റ്റർ നൽകിയത്. ഞങ്ങളുടെ
ബഹുമാന്യ ശ്രോതാക്കള്, പ്രേക്ഷകര്, ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്ന വിഷയത്തെ വളരെ ഗൗരവത്തോടുകൂടി കാണുമെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. ഇവിടെ കർത്താവിന്റെ ദാസൻ ഓർമ്മപ്പെടുത്തിയത് ബൈബിളിൽ മത്തായി സുവിശേഷം തുടങ്ങി മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ് കർത്താവിന്റെ ദാസൻ സംസാരിച്ച് ആരംഭിച്ചത്. കർത്താവ് തന്റെ സഭയെ പണിയും എന്നുള്ള ഭാവി കാലത്ത് താൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെ സംബന്ധിച്ച് പറയുകയും പിന്നീട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവിന്റെ സ്വർഗാരോഹണത്തോട് അനുബന്ധിച്ച് അപ്പോസ്തലന്മാരോട് സുവിശേഷം അല്ലെങ്കിൽ രക്ഷയ്ക്കായുള്ള ദൈവസഭയുടെ പദ്ധതികൾ യെരുസലേമിൽ തുടങ്ങുന്നതിനെ സംബന്ധിച്ച് പറയുകയും പിന്നീട് പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് ശേഷം അപ്പോസ്തലർ പ്രവൃത്തി 2-ാം അധ്യായത്തിൽ യെരുസലേമിൽ വെച്ച് അപ്പോസ്തലനായ പത്രോസിന്റെ ശുശ്രൂഷയിലൂടെ ആരംഭിക്കപ്പെട്ടതാണ് ദൈവസഭ എന്നും നമ്മൾ കണ്ടു. ഇത് ഇങ്ങനെ തന്നെയാണോ എന്ന് നിങ്ങൾ ബൈബിൾ പരിശോധിക്കുമെന്ന് ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുകയാണ്. എന്റെ ചോദ്യം ഇതിനോടനുബന്ധിച്ചുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ സഭയെ സംബന്ധിച്ച് ചോദിക്കാനുള്ളത് കൊണ്ട് അനുബന്ധമായിട്ട് എന്റെ ചോദ്യം ബ്രദർ വിൽസനോടാണ്. നമ്മള് ലോകത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും പരിശോധിക്കുമ്പോൾ ഒരു കമ്പനി ആയാലും ഒരു ഓർഗനൈസേഷൻ ആയാലും ഒരു ഒരു രാജ്യമായാലും എല്ലാത്തിനും അതിൻ്റെതായ ഒരു അടിസ്ഥാന പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത് ഭരണഘടന, അപ്പൊ അതാണ് അതിന്റെ അടിസ്ഥാനം. ആ ഒരു അടിസ്ഥാനത്തിലായിരിക്കും ഈ സംവിധാനങ്ങളെല്ലാം കെട്ടപ്പെട്ടിട്ടുള്ളത്. അതിന്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കണമെന്നും അതിലെ അംഗങ്ങൾ എങ്ങനെയായിരിക്കണമെന്നും അതിന്റെ സ്ട്രക്ചർ, ഭരണഘടന അല്ലെങ്കിൽ ഭരണ സംവിധാനം എങ്ങനെയായിരിക്കണം എന്നുള്ള ഒക്കെ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ പല ലോക രാഷ്ട്രങ്ങൾ പോലും അല്ലെങ്കിൽ ലോകത്തിൽ നിന്നുള്ള സംഘടനകളായാലും എല്ലാ ഒരു രാഷ്ട്രത്തിലുള്ള പല സംഘടനകൾക്കും അവരുടേതായ ഒരു നിയമാവലിയും ഒരു പ്രവർത്തന മണ്ഡലവും അതിൻ്റെതായ ഒരു സ്ട്രക്ചറും ഒക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഓർമ്മപ്പെടുത്തിയത് അപ്പോസ്തല പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് ദൈവത്തിന്റെ സഭ ആരംഭിക്കപ്പെട്ടത് എന്ന് കാണുന്നുണ്ട്. അത് ദൈവത്തിന്റെ സഭ ഒന്നാണ് എങ്കിൽ, ലോകത്തിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ കൂട്ടങ്ങളും ഒന്നാണ് എങ്കിൽ അവരുടെ എല്ലാവരുടെയും അടിസ്ഥാന കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഭരണഘടന എന്ന് പറയാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒരു നിയമം എന്ന് പറയാൻ കഴിയുന്നത് ഒന്നായിരിക്കണമല്ലോ. ഒന്നായിരിക്കുകയും വേണം. അവരെല്ലാം ആരംഭിക്കപ്പെട്ടിരിക്കുന്നത് ഒരടിസ്ഥാനത്തിന് മേലും ആയിരിക്കണം, ഒരു സ്ഥലത്തും ആയിരിക്കണം അതിന്റെ ആരംഭവും ഉണ്ടായിരിക്കേണ്ടത്. എന്നാൽ നമ്മൾ ലോകത്തിൽ നോക്കുമ്പോൾ ഇന്ന് പല ചെറുതും വലുതുമായ ഗ്രൂപ്പുകളായി പല പേരുകളിൽ അറിയപ്പെടുന്ന പല സഭകൾ എന്ന് അവർ അവകാശപ്പെടുന്നതൊക്കെയും ലോകത്തിൽ പല സ്ഥലങ്ങളിലാണ് ആരംഭിച്ചിട്ടുള്ളത്. അവർക്കെല്ലാം പ്രത്യേകതരമായ ഡ്രസ് കോഡുകളും അധികം പേർക്കുമുണ്ട്. ഇങ്ങനെയുള്ളൊരു ഡ്രസ് കോഡോ എന്തെങ്കിലും ദൈവസഭയ്ക്ക് പ്രത്യേകമായിട്ട് ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിരക്കണക്കിന് സഭകൾ ഉണ്ടായിരിക്കുന്ന സഭകളെല്ലാം അവർ വ്യക്തിപരമായി അവരുടെ സഭ ഏറ്റവും മെച്ചമായ സഭ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടായിരിക്കണം ഇത്രയും ഡിസ്പാരിറ്റീസ്, ഇത്രയും വ്യത്യസ്തമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ അവരവർക്ക് അവരവരുടെ സഭ ഏറ്റവും നല്ലതെന്ന് ക്ലെയിം ചെയ്യാൻ കഴിയുന്നത്? അതേസമയം തന്നെ അവരുടെ ക്ലെയിമുകൾക്കും അപ്പുറം എന്താണ് യഥാർത്ഥ സത്യസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ എന്നും ചുരുക്കമായിട്ടൊന്ന് പറഞ്ഞാൽ വളരെ നന്നായിരിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഇങ്ങനെ ഒരു അവസരം ലഭിച്ച് കർത്താവിന്റെ ആ വചനത്തെ സാക്ഷീകരിക്കുവാൻ ദൈവം കൃപ നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഏത് ഒരു ഓർഗനൈസേഷനിലായാലും അല്ലെങ്കിൽ ഒരു ഫാമിലിയിലായാലും, നമ്മളിപ്പോൾ ഫാമിലി എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഇവിടെ. എന്ന് വെച്ചാൽ ഒരു ഫാമിലിക്ക് ഒരു ജനറ്റിക് കോഡ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ജീൻസ് ടെസ്റ്റ് നമ്മൾ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ജനറ്റിക് ടെസ്റ്റ് നമ്മൾ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും DNA പ്രകാരം ഈ ഒരു ഫാമിലി റിലേറ്റഡ് ആണോ ഇല്ലയോ. ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആദ്യം നോക്കുന്നത് എന്തെങ്കിലും ഒരു സൈൻ വെച്ചിട്ട്, ബോഡിയിലുള്ള സൈൻ വെച്ചിട്ട് മാച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് ബോഡി അത്രയ്ക്ക് ഒരു നല്ല ഷേപ്പിൽ അല്ലെങ്കിൽ അടുത്തത് നോക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു DNA ടെസ്റ്റ് വെച്ചിട്ടാണ് അവര് നോക്കുന്നത്. അപ്പൊ നമുക്കറിയാം
അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച ഇവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ ഒരു ഒരു മകൻ ഒരു മകൾ ആയിട്ടാണ് ദൈവസഭയിൽ ഒരു ആള് ചേർക്കപ്പെടുന്നത്. അപ്പം ആ ഫാമിലിയുടെ ഭാഗമായി തീരുവാണ്. ആ ഫാമിലിക്ക് ഒരു ജനറ്റിക് കോഡ് ഉണ്ടോ എന്നോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് എഫെസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായം. അതിൽ പറയുന്നത് ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായ എല്ലാവർക്കും ദൈവവും പിതാവുമായിരിക്കുന്നവൻ ഒരുവൻ. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് ഏറ്റവും വലിയൊരു കാര്യം പാസ്റ്റർ ജോയ് പറഞ്ഞതുപോലെ ആത്മാവിന്റെ ഐക്യത. നമുക്ക് എങ്ങനെയാണ് ഈ ആത്മാവ് ലഭിച്ചത്? വെള്ളത്താലും ആത്മാവാലും ജനിക്കാതെ നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു പൈതലിനുള്ള ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളത്താലും ആത്മാവാലും വീണ്ടും ജനനത്തിൽ കൂടെ ലഭിച്ച ആ സ്നാനമാണ്. ആ സ്നാനത്തിൽ കൂടെ ലഭിച്ച ആത്മാവാണ് ജനറ്റിക് കോഡായിട്ട് കാണുന്നത്. ദൈവം ആത്മാവാണ്. ദൈവത്തിന്റെ മക്കൾ എങ്ങനെയാണ് ദൈവത്തിന്റെ മക്കളാകുന്നത്? ആ ആത്മാവിൽ കൂടെയാണ് ദൈവത്തിന്റെ മക്കളായിത്തീരുന്നത്. ആ ആത്മാവ് ലഭിക്കാതെ ഒരിക്കലും ദൈവത്തിന്റെ ഫാമിലിയിലെ ആ ജനറ്റിക് കോഡിലേക്ക് നമുക്ക് ചേർക്കപ്പെടുവാൻ സാധ്യമല്ല. പിന്നെ നമ്മൾ കാണുന്നത് ഏത് സഭയായാലും നമ്മൾ അവരോട് ചോദിക്കുക, ഏക കർത്താവ്, നിങ്ങളുടെ ഏക കർത്താവ് ആരാണ്? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുഖ്യമായ കൽപ്പന എന്തെന്ന് വെച്ചാൽ നിന്റെ ദൈവമായ കർത്താവ് ഒരുവൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആരാണ് നിങ്ങളുടെ കർത്താവ്? ഒരുവനായ കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സത്യസഭയാണെങ്കിൽ നേരെ പറയും, യേശു മശിഹായാണ് എൻ്റെ ഏക കർത്താവ്, അവൻ തന്നെയാണ് ദൈവമായ കർത്താവ്, അവനാണ് ഒരുവനായ കർത്താവ് എന്ന് പറയും. അത് ആ ഫാമിലിയിലുള്ളവർക്ക് മാത്രമേ അറിയുവാൻ സാധിക്കത്തുള്ളൂ. എന്താ വെച്ചാൽ ഒരു മകന് മാത്രമേ പിതാവിനെ അറിയത്തുള്ളൂ, ആ പിതാവിന്റെ നാമം അറിയത്തുള്ളൂ. പിന്നെ നമ്മൾ കണ്ടു വിശ്വാസം ഒന്ന്. എന്താണ് നമ്മൾ കാണുന്ന വിശ്വാസം? ആദ്യത്തെ സഭയ്ക്ക് ഉണ്ടായിരുന്ന വിശ്വാസം അതാണോ നമ്മുടെ സഭയിൽ പറയുന്ന വിശ്വാസം? ആ വിശ്വാസമാണോ നമ്മൾ പിന്തുടരുന്നത്? നമുക്ക് ദൈവവും പിതാവുമായിരിക്കുന്നവൻ ഒരുവൻ തന്നെയാണോ? ചിലർ പറയുന്നു യേശു ക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്നു. അപ്പോൾ അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം അതല്ല. ദൈവം അവൻ മഹാദൈവമാണെന്ന് പറയുന്നു. പഴയ നിയമത്തിൽ ആകെ പറയുന്നു ദൈവമല്ലാതെ ഒരു രക്ഷിതാവുമില്ലെന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ആ ദൈവവും പിതാവുമായിരിക്കുന്ന ഒരുവനെ അറിയുവാൻ സാധിക്കുന്നത്? ആ ദൈവത്തിന്റെ നാമം ചോദിച്ചു കഴിഞ്ഞാൽ ആ ദൈവത്തിന്റെ നാമം പറയുവാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾക്ക് പറയാൻ സാധിക്കും ദൈവത്തിന്റെ നാമം യേശുവ ഹമശിയാക്കാണ്. ആ നാമം ഈ സ്വർഗത്തിലെ ഏറ്റവും മേലായ നാമമാണ്. അതുകൊണ്ട് അത് പിതാവിന്റെ നാമമാണ്. പിന്നെ നമ്മൾ കാണുന്നു വിശ്വാസം ഒന്ന്. അപ്പോൾ നമ്മൾ ഈ അപ്പോസ്തോലിക വിശ്വാസത്തെയാണോ കൈക്കൊണ്ടിരിക്കുന്നത്? ഇതിനകത്തെല്ലാം നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാം എഴുതപ്പെട്ടത് യഹൂദ മതത്തെ ആചരിച്ചിരുന്ന അപ്പോസ്തോലന്മാർ എഴുതുന്ന കാര്യമാണ്. അവർ പറയുന്നു വിശ്വാസം ഒന്ന് എന്ന് പറയുന്നു. മിക്കവാറുമുള്ള സഭകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഇസ്രായേൽ വേറൊരു സമൂഹവും ക്രിസ്ത്യാനികൾ വേറെ ഒരു സമൂഹമാണെന്ന് പറയുന്നു. ഇവിടെ യഹൂദനായിരിക്കുന്ന ഒരു അപ്പോസ്തോലൻ പറയുന്നു ഒരൊറ്റ വിശ്വാസം മാത്രമേ ഉള്ളൂ, ഒരേ ആത്മാവാലാണ് എല്ലാവരും പുതിയ നിയമത്തിന്റെ സഭയിലേക്ക് ചേർക്കപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും രണ്ട് കൂട്ടമില്ല, രണ്ട് വിശ്വാസമില്ല, രണ്ട് കർത്താക്കന്മാരില്ല, രണ്ട് തരത്തിലെ സ്നാനങ്ങളില്ല, ഒരൊറ്റ സ്നാനം മാത്രമേ ഉള്ളൂ, ഒരൊറ്റ വിശ്വാസം മാത്രമേ ഉള്ളൂ, എല്ലാവർക്കും മീതെ ഒരുവൻ മാത്രം കർത്താവ്, ആ കർത്താവായ ദൈവം തന്നെ ഒരുവനായ കർത്താവ് എന്ന്. ഈ വിശ്വാസങ്ങൾ നിങ്ങളുടെ സഭയിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു DNA കോഡ് ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കളല്ല. ദൈവത്തിന്റെ മക്കളല്ലാത്തവർ ദൈവരാജ്യത്തിൽ ചേർക്കപ്പെടുന്നില്ല. അവർ ദൈവത്തിന്റെ ഫാമിലിയുടെ ഭാഗമായി തീരുന്നില്ല. ഈ ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ കാണുന്നത്. വെളിപ്പാട് പുസ്തകം അതിന്റെ 4-ാമത്തെ അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, ഞാൻ
ഓവർകം ചെയ്തതുപോലെ എനിക്ക് മലയാളത്തിന്റെ ആ വാക്ക് കിട്ടുന്നില്ല. ഞാൻ ഓവർകം ചെയ്ത് ജയിച്ചതുപോലെ ആ ഞാൻ ഞാൻ ജയിച്ച് പിതാവിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ നിങ്ങളും ഒരു നാൾ എൻ്റെ കൂടെ ഇരിക്കുവാൻ തക്കോണം നിങ്ങളും വിശ്വാസത്തിൽ പൂർണ്ണരായി തീരുവൻ എന്ന് പറയുന്നു. അപ്പോൾ വിശ്വാസത്തിന്റെ പൂർണ്ണതയിൽ നമ്മൾ ആ ഒരു ഏക ശരീരത്തിലേക്ക് ക്രിസ്തുവിന്റെ അംഗമായിരിക്കുന്ന ആ ഒരു ഏക ശരീരമായി തീരുമ്പോൾ ആ ഫാമിലിയുടെ ഭാഗമായി തീരുന്നു. അത് ഒരേ ആത്മാവിന്റെ പ്രവർത്തനമാണ് എന്ന് 1 കൊരിന്ത്യർ 12 പറയുന്നു. അതാണ് അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതാണ് എല്ലാം ഒരു ഫാമിലിയിലുള്ള DNA-ക്കകത്ത് വരുന്ന കാര്യങ്ങള്. ഇത് നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ആ സഭയുടെ ഭാഗമാണ്. താങ്ക് യു വെരി മച്ച്. കർത്താവിന്റെ ദാസൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ആരംഭിച്ചിടത്ത് തന്നെ കർത്താവിന്റെ ദാസൻ അവസാനിപ്പിച്ചു. കാരണം നമ്മുടെ ഒരു കുടുംബത്തിൽ നമ്മൾ ഒരു അപ്പനും അമ്മയ്ക്കും അവരുടെ മക്കളും അവരുടെ എല്ലാവരുടെയും DNA പരിശോധിച്ചാൽ ഒരു ഫാമിലിയുടെ DNA ആയിരിക്കും. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ ആത്മീയ ശരീരമാകുന്ന വിശുദ്ധ സഭ അത് ഏത് ദേശത്തായിരുന്നാലും അതിന്റെ ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ നടത്തുന്ന ആത്മാവിന്റെ അടിസ്ഥാനത്തിൽ ഒന്നായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇന്ന് ഞങ്ങൾ ചർച്ചയ്ക്ക് എടുത്ത വിഷയത്തിന്റെ അടിസ്ഥാനത്തെ തന്നെ നിങ്ങളൊന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഒരു സത്യസഭയേ ഉള്ളൂ. അത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഉള്ള ഒരു സത്യസഭയാണ്. അത് ആ ജെറുസലേമിൽ ആരംഭിക്കപ്പെട്ട സഭ ഇന്ന് ആ ഉപദേശവുമായി എവിടെയെങ്കിലും ആരെങ്കിലും നിൽക്കുന്നുണ്ടോ അവരും ആ ആത്മീയ DNA-യിൽ അംഗത്വമുള്ള ഒരു സത്യസഭയുടെ ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവും ഉള്ള എല്ലാവർക്കും മീതെയും എല്ലാവരിലും ഇരിക്കുന്നതും എല്ലാവരും കൂടി വ്യാപരിക്കുന്ന ഒരു ദൈവത്തിന്റെ ശരീരമാകുന്നു എന്നുള്ള കാര്യം വളരെ സ്പഷ്ടമായി മനസ്സിലാക്കി തന്ന കർത്താവിന്റെ ദാസന് നന്ദി പറയുന്നു. ഞങ്ങൾ ഈ വീഡിയോ ഈ 2 ചോദ്യങ്ങളോടെ അവസാനിപ്പിക്കുകയാണ്. ധാരാളം ചോദ്യങ്ങൾ ഞങ്ങൾക്ക് പൊതുജനങ്ങളുടെ മധ്യത്തിൽ നിന്നും ഉള്ള ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും അടുത്ത വീഡിയോയിൽ നിങ്ങളെ സമീപിക്കുന്നതായിരിക്കും. അതുവരയ്ക്കും നിങ്ങൾ എല്ലാവരെയും കർത്താവ് യേശുക്രിസ്തു സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.